ജമ്മു കാശ്മീരിൽ ഏറ്റുമുട്ടൽ, ഒരു ഭീകരനെ വധിച്ചു. ജമ്മു കാശ്മീരിലെ കുൽഗാം ജില്ലയിൽ അഖൽ പ്രദേശത്ത് സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. ജമ്മു കാശ്മീരിലെ വിവിധ മേഖലകളിൽ പരിശോധന കർശനമാക്കി. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, ജമ്മു കാശ്മീരിൽ ഭീകരരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഒരു ഭീകരൻ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ, കുഹൽഗാം ജില്ലയിലാണല്ലോ ഈ ഏറ്റുമുട്ടൽ. നന്ദഗോപൻ. കുൽഗാമിലെ അഖൽ മേഖലയിലാണ് ഇപ്പോൾ ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത്. 3 ഭീകരവാദികൾ ഇവിടെ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക സുരക്ഷാ സേന ഇവിടേക്ക് എത്തിയത്. ഇന്നലെ അർദ്ധരാത്രി മുതൽ ആരംഭിച്ച ഓപ്പറേഷൻ ഇപ്പോഴും തുടരുകയാണ്. നിലവിൽ ഒരു ഭീകരവാദിയെ വധിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് സൈന്യം വ്യക്തമാക്കുന്നത്. ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്. അമർനാഥ് യാത്രയടക്കം ജമ്മു കാശ്മീരിൽ നടക്കുന്നു. അതിനാൽ തന്നെ ജമ്മു കാശ്മീരിലുടനീളം സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് മുന്നോടിയായി തന്നെ ഏതാണ്ട് 40ഓളം ഭീകരവാദികൾ ഈ ജമ്മു കാശ്മീരിന്റെ വിവിധ മേഖലയിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ഈ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകൾ. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ ഈ മേഖലയിൽ കുൽഗാമിന് അടുത്തുള്ള മേഖലകളിലൊക്കെ തന്നെ ഈ ഒരു ഭീകര സാന്നിധ്യമുണ്ട് എന്നുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടായിരുന്നു. ഈ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് CRPFന്റെയും ജമ്മു കാശ്മീർ പോലീസിന്റെയും കരസേനയുടെയും സംഘം ഉൾപ്പെടുന്ന പ്രത്യേക ഓപ്പറേഷൻ ഗ്രൂപ്പ് ഈ മേഖലയിലേക്ക് തിരിച്ചത്. അവിടെ എത്തി ആദ്യം സെർച്ച് നടപടികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് 3 ഭീകരരുടെ സാന്നിധ്യം ഈ സുരക്ഷാ സേന തിരിച്ചറിയുന്നതും തുടർന്ന് ഈ സൈന്യവും ഭീകരരുമായി ഏറ്റുമുട്ടലുണ്ടായി. ഈ ഏറ്റുമുട്ടലിനൊടുവിലാണ് ഒരു ഭീകരനെ വധിക്കാൻ സാധിച്ചത്. ഇപ്പോഴും ഓപ്പറേഷൻ തുടരുകയാണ്. മുഴുവൻ ഭീകരരെയും വധിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് സൈനിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. വിനോദ്.